വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാം ഒന്നൊക്കെയാണ്. അപ്പം ഇന്ന് ഞാനൊരു സ്റ്റഡി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ എൻ്റെ ട്രൈപോഡ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നേരത്തെ നോക്കിയപ്പോൾ ട്രൈപോഡ് ശരിയല്ല, ഇപ്പം ശരിയായി ഗൈസ് ട്രൈപോഡ്. അതെൻ്റെ അച്ഛൻ വന്ന് എനിക്ക് ശരിയാക്കി തന്നു. അപ്പോൾ നാളെ എൻ്റെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ, ഇന്നൊരു പരീക്ഷ ഉണ്ടായിരുന്നു, എനിക്കും നല്ലപോലെ തീർന്നു. അപ്പം ഇനി എനിക്ക് പരീക്ഷ തരുന്നത് 18-ാം തീയതിയാണ്. ഇപ്പം എനിക്ക് ഇംഗ്ലീഷിൻ്റെ പരീക്ഷ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാം. നാളെ ഒരു മേക്കപ്പും ഇല്ല, കണ്ണ് മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറെ ഒരു മേക്കപ്പും എൻ്റെ ഒന്നായിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാൻ തുടങ്ങും. ഒരു വലിയൊരു പോയം പാരഗ്രാഫാണ്, സോറി എൻ്റെ പേര് ഇതിന് ഡയറി. ഇത് ഡയറിയാണ്. അപ്പോൾ ഈ വലിയൊരു ഡയറി ഉണ്ട്, അത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഡയറി പഠിക്കാം. നമുക്ക് ഡയറി പഠിക്കാം. ദാണ്ട് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത്രേ പറ്റത്തുള്ളൂ ഗൈസ് ട്രൈപോഡിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഓരോരുത്തരുടെ ഇഷ്ടമോ ഒച്ചയ്ക്ക് പഠിക്കണോ ഒച്ചയില്ലാതെ പഠിക്കണോ. എനിക്ക് മനസ്സിൽ വായിച്ചാലും ഒച്ചയ്ക്ക് വായിച്ചാലും. ഇപ്പം എനിക്ക് മനസ്സിൽ വെക്കാനായിട്ടുണ്ട്. മനസ്സിൽ വായിച്ച് ഞാനൊരു 4-5 പ്രാവശ്യം നല്ലപോലെ പഠിച്ചിട്ട് ഒരു 2 പ്രാവശ്യം എഴുതി നോക്കും. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഞാൻ നല്ലപോലെ പഠിച്ച് ഇനി നമുക്ക് എഴുതാൻ തുടങ്ങാം. ഈ നോട്ടിനകത്താണ് എഴുതി. അപ്പം എഴുതാം. കാണാതെയാണ് എഴുതുന്നത്, ബുക്കൊക്കെ അടച്ചിട്ട് എഴുതാം. ഞാൻ 2 പ്രാവശ്യം എഴുതിയേ ഉണ്ട്. ഇത് ഒന്നല്ല, ഇപ്പോൾ ഒന്നായി. ഇത് ഇപ്പോൾ ഒരു പ്രാവശ്യമായി. പിന്നെ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പം 2 പ്രാവശ്യം എഴുതി പഠിച്ച് ഇപ്പോൾ അത് ഓക്കെ. ഈ ബാക്കിയും കൂടെ ഞാൻ പഠിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എല്ലാം പഠിച്ച് കംപ്ലീറ്റായി സെറ്റായി ഗൈസ്, സെറ്റ്. അപ്പം കുറച്ചും കൂടെ പഠിക്കാനുള്ളതായിരുന്നു. ഇനി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പം അതും കൂടെ പഠിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. എല്ലാം സെറ്റാക്കി ഫുൾ പഠിച്ചു. ഇനി ഞാൻ എല്ലാ ക്ലിപ്സൊന്നും എടുത്തില്ല, പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും എല്ലായിട്ടൊന്നും എടുത്തില്ല. ഞാൻ പഠിക്കാമായിരുന്നത് 7 മണി, ഇപ്പം 9 മണി ആയി ഗൈസ്. 9 മണി. ബാക്കി എല്ലാം കൂടെ ഇംഗ്ലീഷ് നല്ലപോലെ പഠിക്കണം. 2 ടെക്സ്റ്റ് ഉണ്ട്, അപ്പോൾ 2 ടെക്സ്റ്റും നോട്ട്സും പഠിക്കണം. അപ്പം അത് മൊത്തം പഠിച്ചു. ഇനി നാളെ കൂടെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാനുള്ള ടൈമുണ്ട്, നല്ല ടൈമുണ്ട്. അപ്പം നാളെയും കൂടെ കഴിഞ്ഞാൽ നാളെയും കൂടെ ടൈം ഉണ്ട്. അപ്പം നാളെയും കൂടെ റിവിഷൻ എടുത്താൽ സെറ്റാണ്. അപ്പം ഇതിനകത്ത് വല്ലതും ഞാൻ വലിയ പ്രത്യേകിച്ചൊന്നും അങ്ങനെയൊന്നും ഇട്ടില്ല. ഓരോരുത്തരുടെ ഇഷ്ടപ്രകൃതി കൂട്ടാണ് പഠിക്കുന്നവർ. ചിലവർ എഴുതി ടൈം ടേബിളിൻ്റെ അനുസരിച്ച് പഠിക്കും, ചിലവർ നേരത്തെ പഠിച്ച് വെച്ചിട്ട് ഇപ്പോൾ ചുമ്മാ ആയിരിക്കും. അതൊക്കെ എല്ലാവർക്കും ഒരു ഇത് പോലെ ആയിരിക്കും. പക്ഷെ ഇപ്പം ഞാനെല്ലാം പഠിച്ചു തന്നു, കംപ്ലീറ്റായി. ഇനി ഞാൻ ഒന്നുകൂടെ എല്ലാം കൂടെ നോക്കും. പിന്നെ വല്ലതും കഴിഞ്ഞ വർഷത്തെ ഈ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. അതിനകത്ത് വന്നത് ഏതെങ്കിലും ഒന്നുകൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും കൂടെ നോക്കിയിട്ടേ പോകത്തുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും. Bye guys.